പക്ഷെ ഇതിൽ ഒരു പ്രയാസമുള്ള ഒരു കാര്യം കൂടി അതിന്റെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. അതായത് ആന്റി ഷൗക്കത്ത് വോട്ടുകൾ, UDF-ൽ നിന്നുള്ള ആന്റി ഷൗക്കത്ത് വോട്ടുകൾ, ആ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ എനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന ഒരു ചർച്ചയുടെ ഫലമായി, അല്ലെങ്കിൽ CPM അവർക്ക് കൊടുത്തൊരു കണക്കിന്റെ ഭാഗമായിട്ട് ആ വോട്ടുകളിൽ നിന്ന്, എനിക്ക് വരേണ്ട വോട്ടുകളിൽ നിന്ന് സർവേ ഫലം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം നടത്തിയ, ഈ രാത്രി വരെ നടത്തിയ അന്വേഷണത്തിലും N ബ്ലോക്കായിട്ട് എനിക്ക് വരേണ്ട ഒരു 10,000-ഓളം വോട്ടുകൾ സ്വരാജിന്റെ പെട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ലഭ്യമായിരിക്കുകയാണ്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. സ്വരാജ് തോറ്റമ്പിക്കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയത്. ആ തോറ്റമ്പിക്കിടന്ന സ്വരാജിന് ഓക്സിജൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെത്തി. ഞാൻ 35,000-40,000 വോട്ടിന്റെ മേലെ സ്വരാജ് പിടിക്കില്ല എന്ന് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞ, ഞാൻ വെറുതെ ഇങ്ങനെ കൊട്ടക്കണക്ക് പറയല്ല. ഞാൻ CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട താഴേക്കടയിലുള്ള ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് നിരന്തരമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ആ സഖാക്കൾ തന്ന കണക്കും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് 35,000-40,000 വോട്ടേ സ്വരാജ് പിടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ CPM ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും എന്റെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട രീതിയിൽ കാണാതാകുകയും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുകയും ചെയ്തുകൊണ്ട് എനിക്ക് വോട്ട് സ്വരൂപിക്കാൻ കഴിയില്ല എന്ന CPM കൊടുത്ത കണക്ക് വിശ്വസിച്ചുകൊണ്ട് ഷൗക്കത്ത് തോൽക്കണം. അവരാവശ്യം അതാണ്. ഒരു കാരണവശാലും ഷൗക്കത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ അൻവറിന് വോട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല. അപ്പൊ പിന്നെ എന്താ മാർഗം? ആ വോട്ട് ക്രോസ് വോട്ട്, N ബ്ലോക്കായിട്ട്. അരിവാൾ ചുറ്റിക കണ്ടാൽ ഓടുന്ന പല UDF-ന്റെ പ്രവർത്തകരുമാണ് കഷായം നമ്മൾ കുടിക്കുന്ന പോലെ ആ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് സത്യത്തിൽ ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസായിപ്പോയി എന്നെ സംബന്ധിച്ചിട്ട്.